മലപ്പുറത്ത് H1N1 ബാധിച്ച ഒരു മരണം. പൊന്നാനി സ്വദേശിയായ 47കാരി മരിച്ചു. മരണം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ഗുജറാത്തിൽ അത്യപൂർവ വൈറസ് ചാന്ദിപുര വൈറസ് ബാധയെ തുടർന്ന് 8 കുട്ടികൾ മരിച്ചു. സംസ്ഥാനത്ത് 6 പേർ ചികിത്സയിൽ. ആമയിഴഞ്ചാൻ തോട് അപകടത്തിൽ മരിച്ച ജോയിയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചു. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. ആമയിഴഞ്ചാൻ ദുരന്തത്തിൽ പ്രതിഷേധം ശക്തം. മേയർ രാജിവെക്കണമെന്ന ആവശ്യവുമായി കോർപ്പറേഷൻ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലും സംഘർഷം. മേയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് BJP കൗൺസിലർമാർ. ജോയിയുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് DYFI മാർച്ച്. കേരളത്തിൽ ഇന്നും പെരുമഴ. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം 19ഓടെ രൂപപ്പെടും. വയനാട് കൽപ്പറ്റയിലും കണ്ണൂർ പാൽ ചുരത്തിലും മണ്ണിടിച്ചു. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 3 മരണം. ഇടുക്കി മാങ്കുളത്ത് 23കാരൻ പുഴയിൽ വീണ് മരിച്ചു. മരിച്ചത് താളുകണ്ടം സ്വദേശി സനീഷ്. ആലപ്പുഴ മട്ടാഞ്ചേരിയിൽ മരം വീണ് ചികിത്സയിലായിരുന്ന ആറാട്ടുവഴി സ്വദേശി ഉനൈസിനും ജീവൻ നഷ്ടമായി. പാലക്കാട് മുതുകുന്നിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അയിലൂർ സ്വദേശി മരിച്ചു. മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം. എറണാകുളം പള്ളിക്കരയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ അപകടം. മുട്ടംതോട്ടിൽ ജോമോനും കുടുംബവും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ആലപ്പുഴയിൽ ശക്തമായ കാറ്റിലും മഴയിലും 100ലധികം വീടുകൾക്ക് നാശനഷ്ടം. കൊയിലാണ്ടിയിൽ കടൽക്ഷോഭം. കോഴിക്കോട് ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 5ആയി. വയനാട് കല്ലൂരിലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം 10 ലക്ഷം അടിയന്തരമായി അനുവദിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. പുതിയ വീടും മകന് ജോലിയും ഇളയ മകന്റെ തുടർ പഠനവും ഏറ്റെടുക്കും. സർക്കാരിന്റെ ഉറപ്പ് ലഭിച്ചതോടെ മൃതദേഹവുമായുള്ള പ്രതിഷേധം അവസാനിപ്പിച്ച് നാട്ടുകാർ. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ VCക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. പരാതി ഉയർന്നിട്ടും VC MR ശശീന്ദ്രനാഥ് നടപടിയെടുത്തില്ല. ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷൻ. തിരുവമ്പാടി KSEB ജീവനക്കാർക്കെതിരായ പരാതിയിൽ ഹൈക്കോടതി ഇടപെടൽ. ലൈൻമാൻ പ്രശാന്ത്, കരാർ ജീവനക്കാരൻ അനന്തു എന്നിവർക്കെതിരെ തൽക്കാലം നടപടി പാടില്ലെന്ന് കോടതി. ജീവനക്കാരെ പോലീസിന് ചോദ്യം ചെയ്യാമെന്നും ഹൈക്കോടതി. കണ്ടക്ടർ ചേട്ടായിനെ ഒത്തിരി ഉപദ്രവിച്ചു. ഷർട്ടും മുണ്ടുമൊക്കെ വലിച്ചു കയറി ഷഡ്ഡി പോലും ഇല്ലാത്ത അവസ്ഥയിൽ റോഡിലേക്ക് ഇങ്ങനെ ഉന്തിയിട്ടെന്നാണ് പറഞ്ഞത്. ഇടുക്കി സ്വദേശിയെ ബസ്സിൽ ക്രൂരമായി മർദ്ദിച്ച് മൃതപ്രായനാക്കി. ക്രൂരമർദ്ദനത്തിൽ കരിമണ്ണൂർ സ്വദേശി ആന്റണിക്ക് ഒരു കാല് നഷ്ടമായി. നഗ്നനാക്കി മർദ്ദിച്ച് ബസ്സിന് പുറത്തു തള്ളിയതായി ബന്ധുക്കൾ. ജീവൻ നിലനിർത്തിയത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ. കണ്ണൂരിൽ CPM നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ 1 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നത് ഇരിവേരി സർവീസ് സഹകരണ ബാങ്കിൽ. ഒരേ ദിവസം അനുവദിച്ചത് 10 ലക്ഷത്തിന്റെ 10 വായ്പകൾ. വായ്പയെടുത്ത തുക കൈമാറിയത് ഒരു വ്യക്തിക്ക്. ബാങ്ക് മാനേജർക്കും സെക്രട്ടറിക്കും സസ്പെൻഷൻ. കേരളത്തിൽ പാർട്ടി നല്ല രീതിയിൽ തോറ്റെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൃശൂരിൽ കോൺഗ്രസിന്റെ ചിലവിൽ BJPക്ക് സീറ്റ് ലഭിച്ചു. UDF വിജയത്തിന് കാരണം ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടെന്നും MV ഗോവിന്ദൻ.
ഒമാൻ മസ്കറ്റിൽ പള്ളിയിലുണ്ടായ വെടിവെപ്പിൽ 9 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരു ഇന്ത്യക്കാരനും 30 പേർക്ക് പരിക്ക്. ആക്രമണം വാദി അൽ കബീറിൽ ഷിയ മുസ്ലിംകൾക്കായി നടത്തിയ മതചടങ്ങിനിടെ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്. അട്ടപ്പാടിയിൽ നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചുകിട്ടാൻ സമരത്തിനിറങ്ങി നഞ്ചിയമ്മ. ഭർത്താവിന്റെ കുടുംബ ഓഹരി വ്യാജരേഖയുണ്ടാക്കി വിറ്റുവെന്ന ആരോപണം. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിൽ പരിഹാരം കാണുമെന്ന് തഹസിൽദാറുടെ ഉറപ്പ്. പീഡനക്കേസ് പ്രതിയെ പാർട്ടിയിലെടുത്തതിൽ CPM-ൽ പുനരാലോചന. CG സജിമോന് പ്രാഥമിക അംഗത്വം മാത്രം. ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ നടപടി തിരുത്തി നേതൃത്വം. മലപ്പുറത്ത് മലമ്പനി. നിലമ്പൂരും പൊന്നാനിയിലും മലമ്പനി സ്ഥിരീകരിച്ചു. നിലമ്പൂരിൽ ഒരാൾക്കും പൊന്നാനിയിൽ 3 പേർക്കും രോഗം. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ വീണ്ടും സമസ്ത. സലാം സുന്നി വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിയെന്ന് വിമർശനം. സലാമിനെ നിയന്ത്രിക്കണമെന്ന് SKSSF. നീറ്റ് കൗൺസിലിംഗിന് നടപടി തുടങ്ങി കേന്ദ്ര സർക്കാർ. സീറ്റുകൾ പോർട്ടലിൽ രേഖപ്പെടുത്താൻ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം. നീക്കം സുപ്രീം കോടതി നാളെ ഹർജികൾ പരിഗണിക്കാനിരിക്കെ. കോട്ടയത്ത് മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ BJP നേതാവ് പിടിയിലായത് BJP വെള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് S. മനോജ് കുമാർ. കടുത്തുരുത്തി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ 8 പവന്റെ മുക്കുപണ്ടം വെച്ച് തട്ടിയത് 2,48,000 രൂപ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 720 രൂപ വർദ്ധിച്ച് 55,000 രൂപയിലെത്തി. ഇന്ന് രേഖപ്പെടുത്തിയത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. കാപ്പ കേസ് പ്രതികളെ CPIM-ലേക്ക് സ്വീകരിച്ചതിൽ വിചിത്ര ന്യായവുമായി MV ഗോവിന്ദൻ. പാർട്ടിയിലേക്ക് വരുന്ന RSS തനിസ്വരൂപങ്ങളെ സംസ്കരിച്ച് കമ്മ്യൂണിസ്റ്റുകളാക്കാൻ സമയമെടുക്കും. തിരുത്താൻ തയ്യാറായാൽ ആരെയും പാർട്ടിയുടെ ഭാഗമാക്കുമെന്നും MV ഗോവിന്ദൻ. ഗാസയിൽ വീണ്ടും ഇസ്രയേൽ വ്യോമാക്രമണം. 57 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ആക്രമണം അൽമവാസിയിലും സെൻട്രൽ ഗാസയിലെ UN നടത്തുന്ന സ്കൂളിന് നേരെയും. അർജന്റീന ടീമിനെതിരെ വംശീയാധിക്ഷേപ ആരോപണം. ടീം ബസിൽ ഫ്രഞ്ച് താരം എംബപ്പയുടെ ജന്മനാട് പരാമർശിച്ച് പാട്ടുപാടി. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പരാതി നൽകി ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ. ക്ഷമ ചോദിച്ച് എൻസോ ഫെർണാണ്ടസ്. കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കിയ അർജന്റീൻ ടീമിന് ജന്മനാട്ടിൽ ഗംഭീര വരവേൽപ്പ്. ഇസൈസയിൽ വിജയമാഘോഷത്തിൽ പങ്കെടുത്ത് 100 കണക്കിന് ആരാധകർ. പടക്കം പൊട്ടിച്ചും പാട്ടുപാടിയും തെരുവിലാഘോഷം. ആരാധകരെ അഭിവാദ്യം ചെയ്ത് താരങ്ങൾ.